പിങ്ക് പച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈയിടെയായിട്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണിത്. അഗാരോ എന്ന ബ്രാൻഡിൻ്റെ ബ്ലെൻഡർ വിത്ത് സ്ലൈസറാണിത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അഗാരോ എന്ന ബ്രാൻഡിൻ്റെ ബ്ലെൻഡ് ചെയ്യാനും സ്ലൈസ് ചെയ്യാനും മാത്രം പറ്റിയ ഒരു ചെറിയ പ്രോഡക്റ്റാണിത്. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയ ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ജാറാണ്. പിന്നെ ഇങ്ങനെ ഒരു ക്യാപ്പ് കാണാനുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പിന്നീട് നോക്കാം. വെജിറ്റബിളും മീറ്റും ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡാണിത്. ഇതുപോലെ ഒരു ജാറും ഒരു ബ്ലേഡും നമുക്ക് ഈ ബോക്സിലുണ്ട്. ഇതായിരിക്കും നമ്മൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. 250 വാട്ടിലാണിത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്ര ഹെവി ഡ്യൂട്ടി ആയിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ മെയിൻ ജാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ള ഒരു ജാർ തന്നെയാണ്. അതിൻ്റെ ലിഡാണിത്. ഇത് വളരെ വലിയൊരു ബ്ലേഡാണ്. ഇതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് രീതിയിലാണുള്ളത്. ഒരു വശത്തെ ബ്ലേഡ് വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തെടുക്കാനും മറുവശത്തേത് സ്ലൈസ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആ വശം നമ്മൾ മുകൾ ഭാഗത്താക്കി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനം താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പാണത്. ഇനി ഇതിൽ സവാള എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സവാള വലുതാണെങ്കിൽ 2-3 ഒരു പീസാക്കി എടുക്കണം. എന്നാലേ ഇതിലേക്ക് നമുക്ക് കടത്തി വെച്ച് കൊടുക്കാൻ പറ്റൂ. വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മിക്സി ഓണാക്കി കൊടുക്കുക. ബിരിയാണിക്കൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണോ ആ രീതി നമുക്കിതിൽ സ്ലൈസ് ചെയ്ത് കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തത്. ഇനി തോരൻ വെക്കാൻ വേണ്ടിയിട്ടും ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് പോലെ നമുക്കിതിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ക്യാരറ്റ് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കുക. സവാള സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്ത ബ്ലേഡ് തിരിച്ച് ചോപ്പിംഗ് ബ്ലേഡുകൾ മേലെ വരത്തക്ക രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ക്യാരറ്റും മറ്റ് വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ചെറിയ പീസാക്കേണ്ട കാര്യമില്ല. തൊലിയൊക്കെ കളഞ്ഞ ക്യാരറ്റ് നീളത്തിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇത്ര ചെറിയ പീസാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ആയപ്പോൾ ഇത് ജാറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിയെടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നല്ല സ്മൂത്തായിട്ട് ഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡാണ്. ഇങ്ങനത്തെ 2 എണ്ണമുണ്ട്. ഒന്ന് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ലോക്കിംഗ് സിസ്റ്റമൊക്കെ വളരെ ഈസിയാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചാൽ മതി. അപ്പോൾ അത് ലോക്കാവും. ലോക്കായാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള പാകത്തിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പപ്പായ, ബീൻസ് ഇതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം. സവാള സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മിക്സിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അത് ഫുഡ് പ്രോസസ്സറിൻ്റെ കൂടെ മാത്രമേ വന്ന് കണ്ടിട്ടുള്ളൂ. ഫുഡ് പ്രോസസ്സർ വാങ്ങിയാൽ മിക്സി നമുക്ക് വീട്ടിലുള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ ബാക്കി വരുന്ന ജാറൊക്കെ നമുക്ക് ഉപയോഗം ഇല്ലാതെ കൂടി ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രോഡക്റ്റ് കണ്ടത്. ഇത് നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് കുറച്ച് ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഉപയോഗിക്കാനും വൃത്തിയാക്കാനുമൊക്കെ വളരെ എളുപ്പമുണ്ട്. ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ജാറാണ്. അതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഈ ജാറിലേക്ക് നമ്മൾ ആദ്യം ജ്യൂസ് അടിക്കാനുള്ള എന്താണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് പാലും ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ ബ്ലേഡ് നമ്മൾ ജാറിൻ്റെ മൂടിയൊക്കെ അടയ്ക്കുന്ന പോലെ തന്നെ അടച്ചു കൊടുക്കുക. അതിനുശേഷം തിരിച്ച് മോട്ടറിൽ കണക്ട് ചെയ്ത് കൊടുക്കുക.
വളരെ ചെറിയൊരു ജാറാണ്, അതുകൊണ്ടൊരു 2 പേർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ജ്യൂസൊക്കെ നമുക്കൊരു നേരത്തെ അടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരേ വലിപ്പത്തിലുള്ള 2 ജ്യൂസർ ജാർ ഈ ബോക്സിൽ തരുന്നുണ്ട്. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഈ ജാറ് മോട്ടറിൽ നിന്നും ഊരിയെടുക്കാം. അതിനുശേഷം കുപ്പിയുടെ മൂടിയൊക്കെ ഊരുന്ന പോലെ തന്നെ നമുക്ക് ഈ ബ്ലേഡ് ഊരി മാറ്റാം. ഈ ജാറിൽ തന്നെ നമുക്ക് ജ്യൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൂടി തന്നിട്ടുണ്ട്. അത് വെച്ചടച്ചിട്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ പ്രോഡക്റ്റ് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ആർക്കെങ്കിലും ഉപകരിക്കുന്നുവെങ്കിൽ ഒന്ന് വെച്ച് ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്